ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാമിലേക്കാണ്. അപ്പോൾ ആനേനെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോയിക്കോട്ടെ. നല്ലൊരു ക്ലൈമറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയൊരു രീതിയിൽ നമുക്ക് കാലത്ത് പോയിട്ട് നമുക്ക് എപ്പോഴാണ് തിരിച്ചു പോരാൻ തോന്നുന്നത്, വൈകിട്ടോ തിരിച്ചു പോരാം. പോരണ വൈകി ആനേനെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് പോരാൻ പറ്റുന്ന ഒരു ഇടമാണ്. സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാവുന്ന ഒരു ഇടയാണ്. വലിയ ആൾത്തിരക്കും കൂട്ടമൊന്നും ഇല്ലാണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ചിലവഴിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ എന്തൊരു മനോഹരമായ കാഴ്ചകളാണ് കണ്ട. ഇവിടെ എവിടെ വേണമെങ്കിലും ആന ഒന്ന് ക്രോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വണ്ടിക്കാരൊക്കെ പോകണ്ടെങ്കിൽ പതുക്കെ പോയാൽ മതി, അല്ലാണ്ട് സ്പീഡിൽ പോകണ്ട, ബ്രേക്ക് കിട്ടൂല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിമ്മിനി ഡാമിലേക്കുള്ള വഴി. പോണ വഴികളിൽ വിരലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പിന്നെ ആനകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെയൊന്നും ആന ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ മനോഹാരിതമായിട്ടുള്ള കാഴ്ച. ഇവിടെ കൊട്ടവഞ്ചിയിലുള്ള യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കൊട്ടവഞ്ചിയിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ 250 രൂപയാണ് അവർ മേടിച്ചിരുന്നത് ഒരാൾക്ക്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കാണുന്നത് ആനയാണ്, പക്ഷെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. എൻ്റെ ഫോണിൽ ഉറുമ്പായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടവഞ്ചി. ചേട്ടൻ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. തുഴഞ്ഞു കഴിഞ്ഞ അവസാനം ചേട്ടൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ നിർത്ത്, എനിക്ക് തല കറങ്ങണമെന്ന് പറഞ്ഞു. പുള്ളി നിർത്താണ്ട് കറങ്ങന്നെ. അവസാനം ഞാൻ എൻ്റെ കുട കൊണ്ട് ഒന്നാ കൊടുത്തപ്പോൾ ആൾ നിർത്തി. എനിക്ക് തല കറങ്ങിയിട്ട് വേണ്ടായിരുന്നില്ലേ. എങ്ങാനും തല കറങ്ങി വെള്ളത്തിൽ വീണാലോ, നമുക്കറിയില്ല വെള്ളത്തിലെ അവസ്ഥ എന്താന്നേ. അപ്പോൾ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ചേട്ടനും ചിരിച്ചു, ഞാനും ചിരിച്ചു, കണ്ടിരുന്ന എല്ലാവരും ചിരിച്ചു. കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടുകാരിയായി ഞാൻ ആദ്യമായിട്ടാട്ടോ കൊട്ടവഞ്ചിയിലൊക്കെ കയറുന്നത്. പുള്ളിയുടെ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ദ്വീപിൽ ചെന്നിട്ട് അവസാനിക്കുള്ളൂ എന്ന്. പക്ഷെ എന്തോ ആ കുട കൊണ്ടുള്ള അടി കാരണം ആളെ അവിടെ വെച്ച് നിർത്തി, അല്ലെങ്കിൽ ഞാൻ തല കറങ്ങി വെള്ളത്തിൽ വീണാന്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ചെറിയ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ കൊന്ത്രമ്പല്ല് കാട്ടിയുള്ള ചിരിയും ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ മണ്ടത്തരങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി രജനികാന്ത് രസികേ. താങ്ക് യു.